കുറവും വരുത്തിയിട്ടില്ല. കല്യാണത്തിനിടാനുള്ള ആഭരണങ്ങൾ വരെ വാങ്ങി വെച്ചേക്കുവാ. ദേണ്ടേ കണ്ടില്ലേ മുറ്റത്ത് പന്തൽ കെട്ടിയിട്ടേക്കുന്നു. ശാന്തപ്പ, ഞാനിത് പറയുമ്പോ താൻ എതിർക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മോളെ, ഇത് നിന്റെ അമ്മായിയുടെ ഒരു ആഗ്രഹം പോലെ എന്നോട് പറഞ്ഞതാ. അവൾക്ക് നിന്നോട് ചെയ്തതിനൊക്കെ ഇപ്പൊ മനസ്സിൽ വലിയ വേദന തോന്നുന്നുണ്ടാവും. അതങ്ങ് നടക്കില്ല എന്നങ്ങ് പറഞ്ഞേക്ക്. അതെ, എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ബാലമാമയാ. ബാലമാമിയും അമ്മായി എന്നെ ആയിരപ്പറയിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോവും. ഞാൻ വരാം ബാലമാമേ. അവിടെ വന്നു കയറാനുള്ള സമയം നോക്കിച്ചിട്ട് ഞാൻ മോളെ കൊണ്ടുപോകാനായിട്ട് വരാം. ശരി ബാലമാമേ. എന്തിനാ സമയവും കാലവും മുഹൂർത്തമൊക്കെ നോക്കുന്നേ? ഇപ്പൊ തന്നെ അങ്ങ് കൊണ്ടുപോക്കോ. അല്ല, ഇവളുടെ തന്തയെ എനിക്ക് ഒരു അധികാര അവകാശം ഒന്നുമില്ലേ? ശാന്തപ്പ, അങ്ങനെയൊന്നും ആയി തീർന്നല്ലോ, ആക്കി തീർത്തതല്ലേ താനും ഇവരും ചേർന്ന്. മോളെ, അപ്പൊ പറഞ്ഞ പോലെ ആ ചാരുവിന്റെ കൂടെ പാർവനും ആയിരപ്പറയിലേക്ക് വരാട്ടോ. മോളെ കല്യാണി, നിന്നോട് കൂടിയാ പറഞ്ഞത്. എല്ലാവർക്കും അവിടെ കൂടാ. കല്യാണിയുടെ കാര്യേ ഞങ്ങള് നോക്കിക്കോളാം. ശരി മോളെ. ശരി, ബൈ. അപ്പോ അവിടെ കാണാം. വാ. അയ്യേ, എന്തൊരു അഹങ്കാരം ഇവക്ക്. കൊണ്ടുപൊയ്ക്കോട്ടെ. പക്ഷെ എവിടെ പോയിരുന്നാലും എവളുടെ കല്യാണം ബാബുക്കുട്ടനുമായിട്ടേ നടക്കും. ശ്രേയ, എന്തായി നിന്റെ എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ? നടക്കുന്നു മോനെ. പഠിച്ച് പഠിച്ച് വട്ടാവുന്നാ തോന്നുന്നേ. ആണോ? എന്നാലേ നിനക്ക് റിലാക്സിന് വേണ്ടി ഞാൻ അങ്ങോട്ട് വന്നാലോ? അയ്യടാ, ഇങ്ങോട്ട് വരുന്നോ? എടാ, ഇതൊക്കെ നിന്റെ ചുമ്മാ നമ്പറാന്ന് എനിക്കറിയാം. കല്യാണത്തിരക്കിനിടയിൽ നീ എങ്ങനെ ഇങ്ങോട്ട് വരാനാ? നീ ഒന്ന് നിർബന്ധിച്ചാ ഞാൻ അങ്ങോട്ട് പറന്നെത്തും. ഇല്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല. നീ വന്നാലേ എന്റെ പഠിപ്പ് നടക്കില്ല. എന്റെ മൂഡ് വേറെയാവും. ഓ, ആണോ? അതെന്ത് മൂടാ? പോടാ, നീ ഇനി അധികം സംസാരിച്ച് പഠിക്കാനുള്ള എന്റെ കോൺസെൻട്രേഷൻ പോവും. അയ്യോ, എന്തായാലും ഞാൻ കാരണം നിന്റെ പഠിപ്പ് തുടങ്ങണ്ട. എന്നാലും ഓണത്തിന് വന്നിട്ട് അച്ഛനും ചാരുവിനും ഒന്നും കാണാൻ പറ്റിയില്ലല്ലോടാ. അത് ഇനിയും ആവാലോ. ചാരുവിനെ നാളെ തന്നെ ആയിരപ്പറയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതെന്താടാ അങ്ങനെ? ചാരുവിന്റെ വീട്ടിലെ ശാന്തപ്പ മാമനും കുഞ്ഞുമോള ആന്റിയും ഒന്നും കല്യാണത്തിന് ഫുൾ സപ്പോർട്ടല്ല. പിന്നെ ഇവിടെ ഞങ്ങളെല്ലാരും ഉണ്ടല്ലോ. അപ്പോ നാളെ മുതൽ അവിടെ ആളും ബഹളമൊക്കെ ആയി തുടങ്ങുമല്ലേ? ആലോചിച്ചിട്ട് എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നടാ. ഇത് കഴിഞ്ഞാലും ഇനിയും കല്യാണം ഉണ്ടാവുമല്ലോ, അപ്പൊ നിനക്ക് എൻജോയ് ചെയ്യാം. അതെന്താടാ? അരവിന്ദ് ഏട്ടനെ കല്യാണം കഴിക്കാം, പിന്നെ നമ്മുടെ കല്യാണം അല്ലേ? മതി മതി. ഞാനേ ഇപ്പൊ അത് ആലോചിച്ചിരുന്ന പഠിക്കാൻ പറ്റൂല. വേണ്ട 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 വേണ്ട, നീ ഇപ്പൊ എന്തായാലും സ്റ്റഡീസിൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ആലോചിക്കാം. ഗുഡ് നൈറ്റ്, മിസ് യു. ഓക്കേടാ, ബൈ, ഗുഡ് നൈറ്റ്.
ചാരു നാളെ രാവിലെയാണോ ആയിരപ്പാറയിലേക്ക് പോകുന്നത്? ബാലമാമ എന്ത് പറഞ്ഞു? സമയം നോക്കി 10 മണി കഴിഞ്ഞ് വിളിക്കാന്നാ പറഞ്ഞത്. നല്ലതാ ചാരു. എല്ലാ സപ്പോർട്ടും തന്ന് ബാലമാമയും വീട്ടുകാരും കൂടെ തന്നെ ഉണ്ടല്ലോ. ചാരുന്റെ കല്യാണം കഴിഞ്ഞ് അവിടെ ജീവിക്കുമ്പോ ഇനി സന്തോഷം മാത്രമേ ഉണ്ടാവൂ. ദൈവങ്ങളും അമ്മയും എന്റെ കൂടെ തന്നെ ഉണ്ട് പാറു. അതുകൊണ്ടാ എല്ലാം നേരെയായി വന്നത്. ഈ കല്യാണം മുടക്കാൻ എന്തെല്ലാം ചെയ്തു ഞാൻ പറഞ്ഞില്ലേ? അയ്യോ, കറണ്ട് പോയല്ലോ. ഇത് പതിവില്ലാത്താണല്ലോ. ആ നമുക്ക് അകത്തേക്ക് പോ. ഏയ് വേണ്ട, ഇരുട്ടത്ത് ദേ എങ്ങനെ നിലാവ് നോക്കിയിരിക്കാൻ നല്ല രസാ. ഇത്തിരി നേരം കൂടി നമുക്കിവിടെ നിൽക്കാം. അപ്പോഴേക്കും കറണ്ട് വരുമായിരിക്കും. എന്നല്ലേ ഞാൻ പോയി ടോർച്ച് എടുത്തിട്ട് വരാം. ചേച്ചി, പാറ ചേച്ചി എന്താ ഇവിടെ ഇരുട്ടത്തൊറ്റക്കിരിക്കുന്നേ? ചാരു ചേച്ചി എന്തേ? ചാരു ടോർച്ച് എടുക്കാനായിട്ട് അകത്തേക്ക് വന്നല്ലോ. കല്ല് കണ്ടില്ലേ? ഇല്ലല്ലോ, ചേച്ചി അകത്തേക്കൊന്നും വന്നിട്ടില്ല. ചേച്ചി നോക്കിയില്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അയ്യോ, വന്നില്ലേ ചേച്ചി? ചാരു, ചേച്ചി, ചാരു, ചേച്ചി, ചാരു, ചേച്ചി ഇത് എവിടെ പോയി? ചാരു, ചേച്ചി. എന്തുവാ പെണ്ണുങ്ങളെ രാത്രി കിടന്ന് ചേച്ചി ചാരു ചേച്ചി ചാരു? അമ്മ ചേച്ചി കാണുന്നില്ല. കാണാനില്ലേ? കാണുന്നില്ലേ? ഇതെന്താ കറണ്ട് ഇല്ലാത്തത്? അതന്നെ നമുക്ക് മാത്രമാണോ കറണ്ട് ഇല്ലാത്തത്? ആ നോക്കട്ടെ. ചാരു, എടി ചാരു, ചാരു, ചാരു ചേച്ചി അകത്തൊക്കെ നോക്കിയായിരുന്നോ? ആ അവിടൊക്കെ നോക്കി. അവള് ആ കറണ്ട് വന്നല്ലോ. കുഞ്ഞാളെ ആരാണ്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയെന്നാ തോന്നുന്നത്. ചാരു, ചാരു, ചാരു